വെറ്ററൻ സിനിമാറ്റോഗ്രാഫറും ഫിലിം മേക്കറുമായ വേണു ഈ അടുത്ത് മോഹൻലാലിനെ കുറിച്ച് ഒരു കമന്റ് പറഞ്ഞു. മോഹൻലാലിനെ കുറിച്ച് കമന്റ് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹൻലാലിന്റെ ഫിലിംസിന്റെ ചോയ്സിനെ കുറിച്ചാണ് വേണു കമന്റ് ചെയ്തത്. എന്തുകൊണ്ടാണ് തൻ്റെ കരിയറിൽ മോഹൻലാൽ ചില സിനിമകൾ ചൂസ് ചെയ്തത് എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല. അത് മാത്രമല്ല, ചില സിനിമകളിൽ മോഹൻലാൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടാണ് അഭിനയിക്കുന്നത് അത്രേ. അത് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആണ് എന്നും വേണു പറഞ്ഞു. അതൊരു പക്ഷേ ഡയറക്ടറുടെ ഫോൾട്ട് ആയിരിക്കാം, മോഹൻലാൽ എന്ന് പറയുന്ന ആക്ടറിൻ്റെ ടാലൻറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തതിൽ. പക്ഷേ ഡയറക്ടറോടൊപ്പം തന്നെ മോഹൻലാലും ഈക്വലി റെസ്പോൺസിബിൾ ആണ് അത്തരം കാര്യങ്ങളിൽ എന്നാണ് വേണു പറയുന്നത്. രാജ്യത്തെ ഏറ്റവും ബെസ്റ്റ് ആക്ടർ എന്ന നിലയിൽ തൻ്റെ സെലക്ഷൻ ഓഫ് മൂവീസും ഡയറക്ടേഴ്സിൻ്റെയും കാര്യത്തിൽ അല്പസ്വല്പം ശ്രദ്ധിക്കേണ്ട ആവശ്യം മോഹൻലാലിനുണ്ട് എന്നും വേണു പറഞ്ഞു. കാരണം മോഹൻലാലിനെ പോലൊരു ആക്ടറിന് ഓഡിയൻസിനോടും ഇൻഡസ്ട്രിയോടും വളരെയധികം റെസ്പോൺസിബിലിറ്റി ഉണ്ട് അത്രേ. പിന്നെ മോഹൻലാലിൻ്റെ ലുക്സും വോയിസും ഒക്കെ വളരെ ആവറേജ് ആണ്. പക്ഷേ മോഹൻലാലിൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഐസ് ആണ് അത്രേ. അത് ഓഡിയൻസുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചുരുക്കി പറയുവാണെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ മോഹൻലാൽ ഒരു മാജിക് തന്നെയാണ് എന്നാണ് വേണു പറയുന്നത്. മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള ക്ലാസിക് മൂവീസ് ആയിട്ടുള്ള നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, മണിച്ചിത്രത്താഴ്, ഇതിൻ്റെയൊക്കെ ക്യാമറ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് വേണുവാണ്. ഏറ്റവും അവസാനം ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്ത ഫിലിമാണ് സ്പിരിറ്റ്. അത് ഡയറക്റ്റ് ചെയ്തത് ഡയറക്ടർ രഞ്ജിത്ത് ആണ്. സിനിമാറ്റോഗ്രാഫറായ വേണു ഈ അടുത്ത് ഫിലിം മേക്കിങ്ങിലേക്ക് ഒരു കംബാക്ക് നടത്തിയിരുന്നു മമ്മൂട്ടി സ്റ്റാററായ മുന്നറിയിപ്പ് എന്ന ചിത്രത്തിലൂടെ. അടുത്ത ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് ആള്. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാൽ ആയിരിക്കും അതിലെ ആക്ടർ. Mammootty sir and Mohanlal sir I haven't worked because I mean like